ഹായ് കൂട്ടുകാരെ, ഇതേ കണ്ടോ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൽ ഇന്ന് ഒരുപാട് പൂക്കളുണ്ടായി. എല്ലാ ദിവസവും 2-3 പൂക്കളൊക്കെ ആയിട്ടാണ് ഉണ്ടാകുന്നത്. ഇന്ന് ഒരുപാട് പൂക്കളായപ്പോൾ നിങ്ങളത് ഒന്നിച്ചൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. രാത്രിയിലാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് വിരിയുന്നത്. വെള്ള കളറിലെ പൂക്കളുണ്ടാകുന്ന നിശാഗന്ധികൾ രാത്രിയിലാണ് വിരിയുന്നത്. കാരണം പ്രാണികളെ അട്രാക്റ്റ് ചെയ്തിട്ട് പരാഗണം നടക്കുന്നതിന് ഏറ്റവും പറ്റിയ വെള്ള കളർ ആയതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ ഇത് കണ്ടോ, അപ്പുറത്തെ സൈഡിലെല്ലാം ഉണ്ടെന്ന് കാണിച്ചു തരാവേ. ഇതേ കണ്ടോ, ഇത്രയും പൂക്കൾ ഒന്നിച്ച് വിരിയുന്നത് ആദ്യമാണ്. അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, 2 നിൽക്കുന്നുണ്ടോ, കണ്ടോ. അപ്പം ഇതുപോലെ നിറച്ച് പൂക്കൾ ഉണ്ടാകുന്നതിനുള്ള ടിപ്പ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഇപ്പം പ്രാണികളുടെ സാന്നിധ്യം കുറവാണെങ്കിൽ, മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രാണികളുടെ സാന്നിധ്യം കുറയും. അപ്പോൾ പോളിനേഷൻ ആവാതെ കായ്കളെല്ലാം പൊഴിഞ്ഞു പോകും. കായ്കളാകാതെ തന്നെ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകും. അപ്പോൾ അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ കാണിക്കുന്നുണ്ടേ. അപ്പോഴത്തേ കണ്ടോ, ഈ ഒരു പൂവിൽ തന്നെയാണ് ആൺപൂവും പെൺപൂവും ഉള്ളത്. ഇതാണ് പെൺപൂവ്, ഇതാണ് ആൺപൂവ്. ഇതിൽ നിറച്ച് പൂമ്പൊടിയുണ്ട്. ഈ പൂമ്പൊടി നമ്മൾ ഹാൻഡ് പോളിനേഷൻ ചെയ്ത് നമ്മൾ പരാഗണം നടത്തുകയാണ് ചെയ്യുന്നത്. ഇത് പെൺപൂവാണ്, ഇത് ആൺപൂവാണ്. ഇതിൽ നിറച്ച് പൂമ്പൊടിയുണ്ട്. ഞാൻ ഇതിൽ പൂമ്പൊടി കളക്ട് ചെയ്യാൻ പോവാം. എന്തെങ്കിലും ഒരു കമ്പോ ഈർക്കിലോ നീളമോ ഉള്ളത് ഇതിൽ പൂമ്പൊടി കളക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഒരു ചെറിയ അടപ്പും അതുപോലെ തന്നെ ഒരു ബ്രഷുമാണ് ഇത് കളക്ട് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇഷ്ടം പോലെ ഇതിനകത്ത് പൂമ്പൊടിയുണ്ട്. നമുക്കിതേണ്ട വളരെ കുറച്ച് ആവശ്യമേ ഉള്ളൂ. ഇതേ കണ്ടോ, പ്രാണികളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ രാത്രിയിലും രാവിലെയൊക്കെ ആയിട്ട് അങ്ങ് പരാഗണം നടക്കും. പരാഗണം നടക്കാതിരിക്കുന്ന ഓരോ സന്ദർഭത്തിലാണ് നമ്മളിങ്ങനെ ഹാൻഡ് പോളിനേഷൻ ചെയ്ത് കൊടുക്കുന്നത്. ഇത് വളരെ കുറച്ച് ആവശ്യമേ ഉള്ളൂ. നാളെ രാവിലെ ഒരു 8-8:30 വരെ ഈ പൂവ് ഇങ്ങനെ ഇരിക്കും, പിന്നെ വാടി തുടങ്ങും. അപ്പോൾ അതിന് മുമ്പായിട്ട് പോളിനേഷൻ നടക്കണം. ഇതാണ് ഒന്നാമത്തെ ടിപ്പ്. പൂക്കളെല്ലാം വന്നത് കായ്കളാകാൻ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. വലിയ തോട്ടത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പ്രാണികളുടെ സാന്നിധ്യത്തിൽ തന്നെ അത് പോളിനേഷൻ നടക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം, നിറച്ച് പൂക്കളാകാനായിട്ട് നമ്മളെ ഇപ്രാവശ്യം സഹായിച്ചത് ഇത് കണ്ടോ, നമ്മളെല്ലാത്തിൻ്റെയും മിക്ക തണ്ടിൻ്റെയും അറ്റം നമ്മളത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തു. കട്ട് ചെയ്ത് കൊടുത്ത ഭാഗങ്ങളിലെല്ലാം വേണ്ട പൂക്കൾ വന്നു. ഇത് പോളിനേഷൻ കഴിഞ്ഞിട്ട് കായാകാൻ നിൽക്കുന്നതാണ്. ഇവിടെ അടുത്ത പൂക്കൾ വന്നു. ഇതിൻ്റെ എല്ലാ അറ്റം നമ്മളതേ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തതാണ്. നമ്മളിതിന് വളം കൊടുത്തത് എല്ലാ 3 മാസം കൂടുമ്പോഴും നമ്മൾ ഇപ്രാവശ്യം വളം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളതിൻ്റെ ഇതിൻ്റെ താഴ്ഭാഗത്തെ മണ്ണൊന്നും ഇളക്കാതെ തന്നെ ചാണകപ്പൊടി, എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും നല്ല രീതിയിൽ കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ മണ്ണിട്ട് മൂടി നന്നായിട്ട് ആ ചൂട് സമയത്തൊക്കെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം ഇപ്പോൾ നമുക്ക് ഇത്രയും പൂക്കളും കിട്ടി. പൂക്കളെല്ലാം കായ്കളായി വരുന്നതുകൊണ്ട് ഇതുപോലെ നമ്മൾ ഇതിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. നല്ല വെയിൽ വേണം. നല്ല വെയിലത്ത് വെക്കുകയാണെങ്കിൽ തന്നെ പ്രത്യേകിച്ച് കെയറിങ് ഒന്നും കൊടുക്കുക, അത് നല്ല രീതിയിൽ വളരുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ എല്ലാ വീട്ടിലും ഒരു ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റ് വളർത്തിക്കൊണ്ട് വരാനായിട്ട് പറ്റുവേ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.